ബേപ്പൂർ ഹാർബറിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിട്ടയർഡ് ഒരു സബ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. പേരെന്താ? അരവിന്ദൻ. അങ്ങ് ഇപ്പൊ സർവീസ് വേണമായിരുന്നു, പ്രായമൊന്നും ആയിട്ടില്ല. മാത്രമല്ല ഇപ്പോഴായിരുന്നു കുറെ ലഹരി മാഫിയക്കാരെ പിടിച്ചകത്തിടായിരുന്നു. താങ്ക് യു. കാര്യം അതുവല്ലം അനുഭവത്തിലുണ്ടോ പിടിച്ചകത്തിട്ട്? വളരെ സമാധാനപ്രിയനായിരുന്നു. അതെ, വളരെ സമാധാനം. നന്നായി. ഇപ്പോഴും കുറച്ചു കാലം ജീവിച്ചാൽ നമുക്ക് നീണ്ടു നിൽക്കും. ക്ഷമയാണ് എന്റെ ആയുധം. ക്ഷമയാണ്. ക്ഷമ കൈവിട്ട നാട്ടുകാർ ഇടിയിരിക്കും. ഫാദർ എന്താ പേര്? ഫാദർ ജിജു പള്ളിപ്പറമ്പിൽ. ഫാദർ ഇവിടെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനാണെന്ന് കേട്ടു. അതെ, അത്യാവശ്യം ഇവരെല്ലാ പൗരസമിതിയോട് ചേർന്ന് എല്ലാ പ്രവർത്തനത്തിലും സജീവമായിട്ട് എല്ലാ പ്രവർത്തനത്തിലും ഇടപെടുന്നുണ്ട്. എവിടെ ഈ പൗരസമിതിയുടെ കേന്ദ്രം? ചെറുവണ്ണൂര്. ചെറുവണ്ണൂര് ദൂരെയാണോ? എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട്. 3 കിലോമീറ്റർ. അപ്പൊ സിസ്റ്ററെ, ഇതിന്റെ പ്രവർത്തകരാണോ പൗരസമിതിയുടെ? നമുക്ക് ഈ മയക്കുമരുന്നൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ സിസ്റ്ററെ? മയക്കുമരുന്നെതിരായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ലൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായി. ലഹരിയാണ് ഫുട്ബോൾ എന്നുള്ള ഒരു ആശയം. ലഹരിയാണ് ഫുട്ബോൾ. എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, ലഹരിയാണ് ഫുട്ബോൾ. ലഹരിയാണ് ഫുട്ബോൾ. ആരും പറഞ്ഞില്ല ഫാദർ. ഒന്നുകൂടെ ഫാദർ പറഞ്ഞു, ലഹരിയാണ് ഫുട്ബോൾ. ഫാദറിനെ നാണം കെടുത്തി കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ലഹരിയാണ് ഫുട്ബോൾ. ഫുട്ബോൾ കളിച്ചാൽ മതി അല്ലേ? മറ്റേ ലഹരിയൊക്കെ നമുക്ക് വിടണം. നമുക്ക് ഫാദറെ, നമുക്ക് ഏപ്രിൽ 20 ഈ മാസം 20 നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് 1 ലക്ഷം പേരെ ഒന്നിച്ച് വിളിച്ചു പറയും ഈ സാധനം വേണ്ടെന്ന്. ഫാദറിവിടെ വരണം, തീർച്ചയായിട്ടും തന്നെ ഒന്ന് പറയണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്താ വിശേഷം? നമ്മളിവിടെ ഹാർബറിൽ കച്ചവടം കച്ചവടം മീന്റെ വിഷയം, വലിയ മീൻ ചെറിയ. നല്ല കച്ചവടം നടക്കുന്നുണ്ടോ ഇപ്പൊ? ചിലപ്പം നോമ്പം കഴിഞ്ഞ ദിവസം ഇപ്പം കുഴപ്പമില്ല. മറ്റേ നോമ്പം കുറെ ലീവും ചൂടുള്ള ചൂണ്ടമീൻ എനിക്ക് മനസ്സിലായി. നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ്. നമ്പർ 2 കുട്ടികളെ ഒരു ഫ്ലാഷ് മോ വന്ന് കാണണേ. ടി വി കാണുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയുണ്ട്. ബ്യൂട്ടിഫുൾ. ഓക്കെ. ഞാനൊന്ന് ഈ മക്കളെ നമ്മുടെ ഫ്ലാഷ് മോ അവതരിപ്പിക്കുന്ന ആരൊക്കെയാ? മോളെ പേരെന്താ? ലക്ഷ്മിപ്രിയ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഈ എത്ര നേരമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വണ്ടി സഞ്ചരിക്കുക? ഫ്ലാഷ് മോബ് എന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനം കൊടുത്ത് ഈ കഴുതയ്ക്ക് മുമ്പ് തോല് കാണിക്കുന്ന പോലെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ വരെ കൊണ്ടുപോയി. ഓക്കെ, റെഡി. അപ്പോൾ തുടങ്ങിക്കോ. ഓക്കെ. മക്കളെ, സമയമില്ലാത്തതുകൊണ്ടാ ഒന്നും തോന്നരുത്. വാർത്ത വരുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. നന്നായിരുന്നു മക്കളെ കേട്ടോ. ഒരു കയ്യടി കൊടുക്കണം. അപ്പോൾ എനിക്കൊരു അല്പ കാര്യം കൂടെ ചോദിച്ചിട്ട്, നിങ്ങളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? നിങ്ങളെല്ലാം ഇവിടുത്തെ ആൾക്കാരല്ലേ? എതിരായിട്ടാണെങ്കിൽ മദ്യസാബുകൾ കുറയ്ക്കണം, അതായത് ബീവറേജുകൾ കുറയ്ക്കണം. എതിരായിട്ട് നീക്കൊണ്ടല്ലോ, ബീവറേജുകളാ കുറയ്ക്കണ്ടേ ആദ്യം. ആണോ? ജനങ്ങളെ വിഡ്ഢികളാക്കാണ്. അതായത് കഞ്ചാവ് ബ്രൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തലാക്കിയത്. അതായത് മറ്റേ ബീവറേജ് കൂട്ടി കൊടുക്കാണ്. ഇന്ത്യയിൽ കാശുണ്ടെങ്കിൽ എനിക്കും തരും.
എങ്ങനെയാ നമുക്ക് ഇതൊക്കെ നിർത്തണ്ടേ? നിർത്തണോ? അണിചേരണം. നമ്മളെ ഇവിടുത്തെ പ്രതിനിധികളൊക്കെ ഉണ്ട് സാർ അവിടെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഇവിടുത്തെ 1-2 പ്രതികളോട് നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ എന്റെ കാലം എടുത്തോളൂ ചേട്ടാ. റെഡി ഓക്കെ. നമ്മളൊരു ദൗത്യമായിട്ട് ഇറങ്ങിയതാ മയക്കുമരുന്നിനൊക്കെ എതിരായിട്ട്. അങ്ങനെ പേരെന്താ? എന്റെ പേര് കരിച്ചാലി പ്രേമൻ. കരിച്ചാലി പ്രേമൻ നേതാവല്ലേ ഇവിടുത്തെ? അതെ. മനസ്സിലായി. ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഇത് നമ്മളെ അമ്പല കമ്മിറ്റി, നമ്മളെ അരയ സമാജം പ്രസിഡന്റ് ദേവരാജൻ. ഇത് മദാക്കര മഹല്ല് സെക്രട്ടറി. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മളൊരു സംസ്ഥാന വ്യാപകമായിട്ട് ഒരു മാരക രാസലഹരിക്കെതിരായിട്ടുള്ള യുദ്ധത്തിലാണ്. പിന്നെ ഈ ലഹരി വളരെ ആപത്ത് തന്നെയാണ്. നമ്മളെല്ലാ ഭാഗത്തുണ്ട്, നമ്മളെ ഫിഷിംഗ് ഹാർബറിൽ പ്രത്യേകിച്ചുണ്ട്. ഞങ്ങളും അതിനെതിരായിട്ടുള്ള ഒരു നമ്മളൊന്നിച്ച് യാത്ര ചെയ്യും. തീർച്ചയായിട്ടും ഒന്നിച്ച് യാത്ര ചെയ്യും. സൈസനെ അതിനെ പറ്റി നമുക്ക് പോലീസും ഇവിടെ നാട്ടുകാരും ഒന്നിച്ച് സഹകരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ നിർത്താനുള്ള എല്ലാവിധ സംവിധാനം നടത്തും. നമ്മളെ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ഫിഷിംഗ് മേഖല. ഇവിടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ മാരകമായിട്ടുള്ള എല്ലാ രാസവസ്തുക്കളും ലഹരി വസ്തുക്കളും കിട്ടുന്നുള്ള ഒരു ഉറപ്പ് ഇവിടെ ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് മാത്രം ഇവിടെ വന്നുപെടുന്ന കുറേ പുറമേ നിന്ന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റുള്ള തൊഴിലാളികളും ഇതിനു വേണ്ടിയിട്ട് മാത്രം വരുന്നൊരു ഏർപ്പാട് ഈ ഹാർബറിലുണ്ട്. അത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന്, പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് ഇവിടെ കാഴ്ചവെക്കാൻ പറ്റണം. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ അതിനൊരു നല്ലൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. ഇതേമാതിരിയുള്ള 24 ചാനൽ പോലുള്ള ചാനലുകൾ ഇത്തരം വ്യത്യാസം വരുത്തണം. തീർച്ചയായിട്ടും നശിച്ചു പോകും. കാരണം ഭാവി തലമുറകളിൽ രക്ഷപ്പെടണം. നിങ്ങൾ എല്ലാവരും നമ്മുടെ 20-ാം തീയതി നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് ഒന്നിച്ചൊരു ശബ്ദമായിട്ട് സർക്കാരിനോടും പോലീസിനോടും നാട്ടുകാരോടും ജനങ്ങളോടും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് ഇവിടെ ഹാർബറിൽ ഞങ്ങൾക്ക് സൗകര്യമില്ല. പിന്നെ 100 കണക്കിന് 50 കൊല്ലം പിന്നെ ശേഷം ഒരു ഡെവലപ്മെന്റും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനുള്ള ഒരു പ്രയത്നമാണ് ഞങ്ങൾ നടക്കുന്നത്. അടുത്ത 10-ാം തീയതി ഞങ്ങൾ ജനകീയമായിട്ടുള്ള ഒരു ഒപ്പുശേഖരണം നടത്തേണ്ടതിനോട് നടക്കട്ടെ. നമ്മുടെ പിന്തുണ ഉണ്ട്. പക്ഷെ നമ്മുടെ ആ മറ്റേ പരിപാടിക്ക് വരണം. മറ്റേ പരിപാടി വേറെ പരിപാടിയൊന്നുമല്ല. 20-ാം തീയതി അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുന്ന സമയത്ത് നമ്മുടെ നിയമപാലകരുടെ അടുത്തു നിന്നുള്ള നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഇല്ലാതെ ഇത് നിർത്താൻ പറ്റില്ല. പരമാവധി ഇപ്പോൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളിൽ നിന്നാണ്. അത് ഈ ഹാർബറിനെ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പല വിധത്തിലുള്ള പല ലഹരികളും ഇതിനുള്ളിലുണ്ട്. അപ്പൊ അത് നിർത്തണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ നിയമപാലകരുടെ അടുത്ത് അതിനുള്ള കർശനമായിട്ടുള്ള നടപടി കാര്യമായിട്ട് പ്രശ്നമുണ്ട്. 100% വരുന്ന 24 ആളുകൾ മീഡിയകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടും. ഏറ്റവും കൂടുതൽ വരുന്നത് അന്യസംസ്ഥാന. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നമ്മൾ ഹാർബറിന്റെ അകത്ത് കഞ്ചാവിന്റെ ചെടി പോലും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് പോലീസുകാർക്ക്. വളരെയധികം ശ്രദ്ധ നമുക്ക് ഇവിടെ ഒന്ന് ഫൈറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒന്നിച്ചു പോകും. ലഹരി വിരുദ്ധ കീ